ഒരു പുതിയ ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ വാങ്ങിക്കാനായിട്ട് നിങ്ങളൊരു ഷോപ്പിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോണത്. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോണത് ഡബിൾ ഡോർ റെഫ്രിജറേറ്ററിനെ പറ്റി മാത്രമാണ്. വേറെ ഒരു കാറ്റഗറിയിലേക്കും ഞാൻ പോണില്ല. 3 ഡോറിനെ കുറിച്ചോ സൈഡ് ബൈ സൈഡിനെ കുറിച്ചോ അല്ലെങ്കിൽ സിംഗിൾ ഡോറിനെ കുറിച്ചോ ഒന്നും ആ ഒരു കാറ്റഗറിയിലേക്കൊന്നും ഞാൻ കടക്കണില്ല. നമ്മളൊരു ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോണത്. ആദ്യം തന്നെ ഡബിൾ ഡോർ റെഫ്രിജറേറ്ററിൻ്റെ മേന്മകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ഡോറുകളായിരിക്കും ഇത്തരത്തിൽ വരുന്നത്. മുകളിൽ ഫ്രീസറും താഴെ ഫ്രിഡ്ജുമായിട്ട് ഇത്തരത്തിൽ 2 ഡോറുകളായിരിക്കും ഒരു ഡബിൾ ഡോർ റെഫ്രിജറേറ്ററിന് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഫ്രീസർ നമുക്ക് നേരെ താഴെയും ഈ ഒരു ഫ്രിഡ്ജ് നേരെ മുകളിലും വരുന്ന മോഡൽസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അത്തരം മോഡൽസിനെ ബോട്ടം ഫ്രീസർ എന്നാണ് പറയണത്. ഇനി ഫ്രിഡ്ജിൻ്റെ ഒരു സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഫ്രീസറിൻ്റെ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഭാഗമാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടായിരിക്കും. ഇനി ഒരു സിംഗിൾ ഡോറായിട്ട് നമ്മൾ ഈ ഒരു ഡബിൾ ഡോർ കമ്പയർ ചെയ്യുമ്പോൾ ഒരു സിംഗിൾ ഡോറിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി നീറ്റായിരിക്കും, ക്ലീൻ ആയിരിക്കും, കുറച്ചുകൂടി വൃത്തിയായിരിക്കും വരുന്നത്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ഡോറുകളായിരിക്കും വരുന്നത്. പാർട്ടീഷൻ വരുന്നുണ്ട്, ഫ്രീസർ മുകളിലും താഴെ ഫ്രിഡ്ജുമാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇറച്ചി മീനൊക്കെ ഇതിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്മെല്ലോ അതിൻ്റെ വെള്ളമോ താഴത്തേക്ക് ഇറങ്ങൂല. അതുകൊണ്ട് വെക്കണ ഫുഡ്, ഫ്രിഡ്ജിൽ വെക്കണ താഴത്ത് വെക്കണ ഫുഡ് എപ്പോഴും നീറ്റായിട്ട് ക്ലീനായിട്ട് നമുക്ക് കിട്ടും. ഒരു ഡബിൾ ഡോർ റെഫ്രിജറേറ്ററിൻ്റെ ഒരു ഫ്രീസറിൻ്റെ ഭാഗത്ത് സിംഗിൾ ഡോർ ഫ്രിഡ്ജ് പോലെ ഇതിൻ്റെ സൈഡിലൊന്നും ഐസ് കട്ട പിടിച്ചിരിക്കില്ല. നമ്മളിതിൽ എന്ത് ഫുഡ് വെച്ചാലും അല്ലെങ്കിൽ എന്ത് വെള്ളം വെച്ചാലും ആ ഒരു ഫുഡ് മാത്രം, ആ വെള്ളം മാത്രമാണ് കട്ടയാവുള്ളൂ. ഇതിൻ്റെ സൈഡിലൊന്നിലും ഐസ് കട്ട പിടിച്ചിരിക്കില്ല. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇത് ആഴ്ചയിൽ സിംഗിൾ ഡോർ ഡീഫ്രോസ്റ്റ് ചെയ്യണ കൂട്ട് ഈ ഒരു ഡബിൾ ഡോർ ഡീഫ്രോസ്റ്റ് ചെയ്യേണ്ട, ബാക്കിലെ വെള്ളം എടുത്ത് കളയേണ്ട, അത് ക്ലീൻ ആക്കേണ്ട. ഇതൊക്കെ നമുക്കൊരു ഡബിൾ ഡോറിൻ്റെ മേന്മകളാണ്. ഒരു ഡബിൾ ഡോർ റെഫ്രിജറേറ്ററിന് ഒരു ഇവാപറേറ്റർ കോയിലും 2 ഫാനുകളായിരിക്കും വരുന്നത്. എന്നാൽ ഇത്തരം വലിയ മോഡൽസിൽ അല്ലെങ്കിൽ ഇത്തരം ഹൈ എൻഡ് മോഡൽസിൽ, ഇത്തരം ലിറ്റർ കപ്പാസിറ്റി കൂടിയ മോഡൽസിൽ ഈ ഒരു മോഡലിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫ്രീസറിൻ്റെ പോർഷൻ മാത്രം നമുക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്തിടാൻ പറ്റും. അതുപോലെ ഈ ഒരു ഫ്രിഡ്ജിൻ്റെ പോർഷൻ മാത്രം ഓഫ് ചെയ്തിടാൻ പറ്റും. ഇത്തരം ഫ്രിഡ്ജുകൾക്ക് നമുക്ക് 2 ഇവാപറേറ്റർ കോയിലും 2 ഫാനുകളായിരിക്കും വരുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. ഒരു ഡബിൾ ഡോർ റെഫ്രിജറേറ്ററിൻ്റെ വാറണ്ടി എന്ന് പറയുന്നത് 1 ഇയർ ഫുൾ കവർ വാറണ്ടിയും 10 ഇയർ കംപ്രസറിന് മാത്രം വാറണ്ടിയാണ് വരുന്നത്. നിങ്ങൾ ബില്ലും വാറണ്ടി കാർഡും നിർബന്ധമായിട്ട് നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക. 230 ലിറ്റർ മുതൽ നമുക്ക് ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. അതിൻ്റെ മേളിലേക്ക് നമുക്ക് ലിറ്റർ കപ്പാസിറ്റികൾ വരുന്നുണ്ട്. നമ്മളുടെ വീട്ടിലൊരു ആളെണ്ണം അനുസരിച്ച്, നമ്മുടെ ഒരു ആവശ്യം അനുസരിച്ച് നമ്മൾ ഫ്രിഡ്ജിൻ്റെ വലിപ്പം സെലക്ട് ചെയ്യുക. ഫ്രിഡ്ജിന് വലിപ്പം കൂടുന്തോറും സ്വാഭാവികമായിട്ട് കറണ്ട് കൺസപ്ഷനിൽ കുറച്ച് മാറ്റങ്ങൾ സംഭവിക്കും. നല്ലൊരു ഡബിൾ ഡോർ റെഫ്രിജറേറ്ററിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 19,500 രൂപ മുതൽ നമുക്ക് മുകളിലോട്ട് വരുന്നുണ്ട്. സ്റ്റാർട്ടിംഗ് പ്രൈസാണ് പറഞ്ഞത്. ഇനി അതിന് താഴെയുള്ള മോഡൽസൊക്കെ അവൈലബിൾ ആണ്. എന്നിരുന്നാൽ പോലും നല്ലൊരു മോഡൽസിൻ്റെ നല്ലൊരു ഫ്രിഡ്ജൊക്കെ വരുമ്പോൾ ഏറ്റവും കുറവ് ഒരു 19,500 രൂപയൊക്കെ നമുക്ക് വരും. ഒരു പുതിയ ഫ്രിഡ്ജ് വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾ ശരിക്കും ഒന്ന് അന്വേഷിച്ചിട്ട് മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യുക. ഏത് കമ്പനിയുടെ ഫ്രിഡ്ജാണ് വാങ്ങിക്കേണ്ടത്, ഏത് മോഡലാണ് വാങ്ങിക്കേണ്ടത്, എത്ര വലിപ്പമാണ് വാങ്ങിക്കേണ്ടത്, ഇതൊക്കെ നിങ്ങൾ ശരിക്കും ഒന്ന് അന്വേഷിച്ചിട്ട് മാത്രം നിങ്ങൾ വാങ്ങിക്കുക. സമയമെടുത്ത് നിങ്ങൾ പർച്ചേസ് ചെയ്യുക. ഓടിപ്പോയൊന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല. എല്ലാ കമ്പനിയുടെ എല്ലാ പ്രൊഡക്റ്റും ചിലപ്പോൾ നല്ലതായിരിക്കണമെന്നില്ല. എല്ലാ കമ്പനിയുടെ എല്ലാ മോഡൽസും ചിലപ്പോൾ നല്ലതായിരിക്കണമെന്നില്ല. നല്ല മോഡൽസും ഉണ്ട്, മോശമായിട്ടുള്ള മോഡൽസും ഉണ്ട്. നമ്മുടെ ഫ്രിഡ്ജിൻ്റെയൊക്കെ ആ ഒരു വയറ് കുത്തണ ആ ഒരു പ്ലഗ്, പവർ പ്ലഗ് ആയിരിക്കണമാണ് എപ്പോഴും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 300 ലിറ്ററിന് മുകളിലേക്ക് വരുന്ന ഫ്രിഡ്ജുകളുടെയൊക്കെ സ്റ്റെബിലൈസറിൻ്റെ ആ ഒരു പ്ലഗ് വരുന്നത് അല്ലെങ്കിൽ ആ ഒരു വയർ വരുന്നത് പവർ പ്ലഗ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു വയറിങ് ചെയ്യണ സമയത്ത് ആ ഒരു പോർഷനിൽ പവർ പ്ലഗ് കൊടുക്കണതാണ്, അല്ലെങ്കിൽ ഫ്രിഡ്ജ് കണക്ട് ചെയ്യണ പ്ലഗ് പവർ പ്ലഗ് കൊടുക്കണതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ ഫ്രിഡ്ജ് വെക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഭാഗത്ത് അളവെടുത്തിട്ട് മാത്രമാണ് നിങ്ങളൊരു പുതിയ ഫ്രിഡ്ജ് വാങ്ങിക്കാൻ പോകാവൂ. അല്ലാണ്ട് ഓടിപ്പോയി ഏതെങ്കിലും ഒരു മോഡൽ, ഏതെങ്കിലും ഒരു വലിപ്പം വാങ്ങിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. ചിലപ്പോൾ അവിടെ സ്യൂട്ട് ആവണമെന്നില്ല. അപ്പോൾ നിങ്ങൾ എവിടെയാണോ ഫ്രിഡ്ജ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഭാഗത്ത് ഹൈറ്റും വീതിയും നീളവും ഒക്കെ നിങ്ങളൊന്ന് എടുത്തിട്ട് മാത്രം പുതിയ ഫ്രിഡ്ജ് വാങ്ങിക്കാൻ പോകുക. അതുപോലെ നമ്മുടെ ഫ്രണ്ട് ഡോറിൻ്റെ നീളവും കൂടി അല്ലെങ്കിൽ ആ വീതിയും കൂടി നിങ്ങളൊന്ന് എടുത്തേക്കാം. ഫ്രിഡ്ജ് സെലക്ട് ചെയ്യണ സമയത്ത് അതിൻ്റെ പെയിൻറ്റിങ്ങിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെറ്റാലിക് പെയിൻറ്റിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫ്രിഡ്ജിൻ്റെ പെയിൻറ്റ് പൊളിഞ്ഞു പോകാനോ അത് ഫെയ്ഡ് ആവാനോ അത് തുരുമ്പ് പിടിക്കാനുള്ള ചാൻസൊക്കെ വളരെ വളരെ കുറവായിരിക്കും. എന്നാൽ പൗഡർ കോട്ടിംഗ് ആണെന്നുണ്ടെങ്കിൽ അത് ഫെയ്ഡ് ആവാനും അത് തുരുമ്പ് പിടിക്കാനും അത് പൊളിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങളൊരു പുതിയ ഫ്രിഡ്ജ് വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു എക്സിക്യൂട്ടീവിനോട് ചോദിക്കുക, അവിടുത്തെ കടയിലെ ആളോട് ചോദിക്കുക, ഇത് മെറ്റാലിക് പെയിൻറ്റിങ് അല്ലേ, അത് അങ്ങനെ തന്നെയാണെന്ന് അല്ലെങ്കിൽ മെറ്റാലിക് പെയിൻറ്റിങ് തന്നെയാണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക.
ഹാൻഡിലുള്ള മോഡൽസും ഹാൻഡിലില്ലാത്ത ഇത്തരം മോഡൽസും നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. രണ്ട് മോഡലാണെങ്കിലും ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ അത് സെലക്ട് ചെയ്യുക. നമ്മുടെ അടുക്കളയ്ക്ക് ഏതാണ് അനുയോജ്യം, നമ്മുടെ ഇൻറ്റീരിയർ വർക്കിന് ഏതാണ് അനുയോജ്യമായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മോഡൽ, ആ ഒരു രീതിയിലുള്ള മോഡൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. രണ്ട് മോഡലാണെന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നും ഇല്ല. നമ്മുടെ മാർക്കറ്റിൽ ഇൻവെർട്ടർ മോഡൽ ഫ്രിഡ്ജുകളും നോൺ ഇൻവെർട്ടർ മോഡൽ ഫ്രിഡ്ജുകളും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മൾ ഒരു അഭിപ്രായം ചോദിക്കാനായിട്ട് നമ്മളൊരു ടെക്നീഷ്യന്മാരോടൊക്കെ ചോദിക്കുകയാണെങ്കിൽ അവർ പറയും ഇൻവെർട്ടർ മോഡലിനെ അപേക്ഷിച്ച് നോൺ ഇൻവെർട്ടർ മോഡലാണ് നല്ലത്. ഇൻവെർട്ടർ മോഡലാണെന്നുണ്ടെങ്കിൽ അതിന് കംപ്ലയിൻറ്റ് ചാൻസ് കൂടുതലാണ്, അത് സർവീസ് കോസ്റ്റ് കൂടുതലാണെന്നുള്ളത് അവർ പറയണത് ഒരു പരിധി വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിയാണ്. ഈ പറയുന്ന കാര്യങ്ങൾ അവർ പറയണത് സത്യമാണ്. എന്നിരുന്നാൽ പോലും നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇറങ്ങണത്, ഏറ്റവും കൂടുതൽ പുതിയ മോഡൽസ് ഇറങ്ങണതും ഇൻവെർട്ടർ മോഡൽസ് തന്നെയാണ്. വേറെ മോഡൽസ് ഒന്നും കമ്പനി ഇറക്കണില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇൻവെർട്ടർ മോഡൽ തന്നെ സെലക്ട് ചെയ്യേണ്ടി വരും. ഒരു ഇൻവെർട്ടർ മോഡലിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറണ്ട് കൺസപ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറവായിരിക്കും ഇൻവെർട്ടർ മോഡൽ. നമ്മുടെ ഒരു പഴയ മോഡൽ ഫ്രിഡ്ജുകൾ കമ്പയർ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നോൺ ഇൻവെർട്ടർ മോഡൽ കമ്പയർ ചെയ്യുമ്പോൾ പോലും ഇൻവെർട്ടർ മോഡൽ ഫ്രിഡ്ജ് ആണെങ്കിൽ വളരെ അധികം കറണ്ട് കൺസപ്ഷൻ കുറവായിരിക്കും വരുന്നത്. നമ്മുടെ വീട്ടിൽ ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ, ഹോം ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ അതിൽ വരെ കണക്ട് ചെയ്ത് നമ്മുടെ ഇൻവെർട്ടർ മോഡൽ ഫ്രിഡ്ജ് ആണെങ്കിൽ യൂസ് ചെയ്യുക. അപ്പോൾ അത്രയും പവർ കുറവാണ് വരുന്നത്. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഇൻവെർട്ടർ ഫ്രിഡ്ജ് തന്നെ എടുക്കേണ്ടി വരും. കാരണം ബാക്കി എല്ലാ മോഡൽസും കമ്പനികൾ നിർത്തി തുടങ്ങി. അപ്പോൾ നമ്മൾ ഇൻവെർട്ടർ ഫ്രിഡ്ജ് എടുക്കുന്ന സമയത്ത് ഉള്ളതിൽ നല്ല കമ്പനി നോക്കി, ഉള്ളതിൽ നല്ല മോഡൽ നോക്കി സെലക്ട് ചെയ്യാമെന്ന് മാത്രം. സ്റ്റാർ റേറ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, സ്റ്റാർ റേറ്റ് കൂടുമ്പോൾ കറണ്ട് കൺസപ്ഷൻ കുറവായിരിക്കും. എന്നാൽ സ്റ്റാർ റേറ്റ് മാത്രമല്ല, നിങ്ങൾ ഇയറും കൂടി നോക്കണം, ഏത് വർഷത്തെ മോഡലാണെന്നും കൂടി നിങ്ങൾ ചെക്ക് ചെയ്യണം. അങ്ങനെ പറയണതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ വർഷം കഴിയുമ്പോഴും നമ്മുടെ സ്റ്റാർ റേറ്റ് അപ്ഡേഷൻ ആവുന്നുണ്ട്. ഇപ്പോൾ ഈ വർഷത്തെ 3 സ്റ്റാർ നമുക്ക് അടുത്ത വർഷം വരുമ്പോൾ അത് 2 സ്റ്റാർ ആയിട്ടും, ഈ വർഷത്തെ 2 സ്റ്റാർ അടുത്ത വർഷം വരുമ്പോൾ അത് 1 സ്റ്റാർ ആയിട്ടും അതിൽ മാറ്റങ്ങൾ വരും. അതിൻ്റെ യൂണിറ്റിൽ യാതൊരുവിധ മാറ്റവും ഉണ്ടാവില്ല, അതിൻ്റെ സ്റ്റാർ മാത്രമാണ് അപ്ഡേഷൻ ആവുന്നത്. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ 2018 3 സ്റ്റാർ ഫ്രിഡ്ജ് 2021 2 സ്റ്റാർ ഫ്രിഡ്ജും ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 3നേക്കാളും കറണ്ട് കുറവായിരിക്കും. 2018 3 സ്റ്റാറിനേക്കാളും കറണ്ട് കുറവായിരിക്കും 2021 2 സ്റ്റാർ ഫ്രിഡ്ജിന്. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം കൂടി ഇതിലുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യൂണിറ്റ് ചെക്ക് ചെയ്യുക. ഈ സ്റ്റാർ റേറ്റിൻ്റെ അടിയിലായിട്ട് ഒരു യൂണിറ്റ് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു യൂണിറ്റ് നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. ഇപ്പോൾ യൂണിറ്റ് കൂടുതലുണ്ടെങ്കിൽ അത് കറണ്ട് കൺസപ്ഷൻ കൂടുതലായിരിക്കും, യൂണിറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് കറണ്ട് കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് കുറച്ചുകൂടി നല്ല രീതിയിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റണത്. എല്ലാ ഫ്രിഡ്ജുകളിലും സ്റ്റെബിലൈസർ പ്രൊട്ടക്ഷൻ എന്നുള്ള ആ ഒരു സ്റ്റിക്കർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്നിരുന്നാലും സെപ്പറേറ്റ് ഒരു സ്റ്റെബിലൈസർ വാങ്ങിച്ചു വെക്കണതാണ് എപ്പോഴും നല്ലത്. അങ്ങനെ പറയണതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സ്റ്റെബിലൈസർ എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്രിഡ്ജ് കംപ്ലയിൻ്റ് ആയതിന് തുല്യമാണ്. നമ്മൾ സെപ്പറേറ്റ് ഒരു സ്റ്റെബിലൈസർ വാങ്ങിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് സ്റ്റെബിലൈസറിന് വന്നാലും നമുക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി ഫ്രിഡ്ജിൻ്റെ ഉള്ളിലുള്ള ഒരു സ്റ്റെബിലൈസർ കംപ്ലയിൻ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ഒരു സ്റ്റെബിലൈസർ വാങ്ങിക്കുന്നതിനേക്കാളും കൂടുതൽ കാശ് നമ്മളവിടെ ചിലവാക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് പറഞ്ഞത്, നമ്മളൊരു സെപ്പറേറ്റ് ഒരു സ്റ്റെബിലൈസർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റെബിലൈസർ കംപ്ലയിൻ്റ് ആയാലും നമുക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. ഫ്രിഡ്ജിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സ്റ്റെബിലൈസർ കംപ്ലയിൻ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജ് കംപ്ലയിൻ്റ് ആയതിന് തുല്യമാണ്, നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഇനി സ്റ്റാൻഡിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ താഴെ വെക്കണ ആ ഒരു സ്റ്റാൻഡിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 350 ലിറ്ററിന് താഴേക്കുള്ള മോഡൽസിന് മാത്രമേ നിങ്ങൾ സ്റ്റാൻഡ് വെച്ചാൽ മതി. അതിന് വലിപ്പം കൂടിയ മോഡൽസിനൊന്നും സ്റ്റാൻഡ് വെക്കണമെന്ന് നിർബന്ധമില്ല. ഇനി സ്റ്റാൻഡ് വെക്കണത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലോർ എപ്പോഴും ഈർപ്പം നിറഞ്ഞിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഉറപ്പായിട്ടും നിങ്ങൾ സ്റ്റാൻഡ് വെച്ചിരിക്കണം. അതുപോലെ അതിൻ്റെ താഴെ അടിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയൊക്കെയാണ് സ്റ്റാൻഡ് വെക്കണത്. ഇനി സ്റ്റാൻഡ് വെച്ചില്ലെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല, കമ്പനി അത് വലിയ കാര്യമായിട്ട് പ്രൊമോട്ട് ചെയ്യണില്ല. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കൂട്ട് ഫ്ലോറിൽ ഈർപ്പം നിറഞ്ഞ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് നിർബന്ധമായിട്ട് സ്റ്റാൻഡ് വെച്ചോളണം. ഫ്രിഡ്ജിൽ ലോക്കുള്ള മോഡൽസും ലോക്ക് ഇല്ലാത്ത മോഡൽസും അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം മോഡൽസ് ഹാൻഡ്ലെസ് ആയിട്ട് വരുന്ന മിക്ക മോഡൽസിലും ലോക്ക് ഉണ്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനെ വേണമെന്ന് നിർബന്ധമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് നോക്കി നിങ്ങൾ വാങ്ങിക്കുക. നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് മോഡൽസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സാംസങ്ങിൻ്റെ ഫ്രിഡ്ജിലൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ടത്തൈര് ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു മോഡലിലൊക്കെ അത്തരത്തിൽ കട്ടത്തൈര് മാത്രമായിട്ട് നമുക്ക് ഉണ്ടാക്കാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രിഡ്ജ് നമുക്ക് ഓപ്പൺ ആക്കാണ്ട് പുറത്തുനിന്ന് തന്നെ നമുക്ക് തണുത്ത വെള്ളം കളക്ട് ചെയ്യാവുന്ന മോഡൽസും അവൈലബിൾ ആയിട്ടുണ്ട്. പൊതുവേ ഞാൻ ആ ഒരു മോഡലിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. ഞാൻ പറഞ്ഞത് ഇത്തരത്തിൽ 2 ഡോറിൽ തന്നെ ഉണ്ടെന്നാണ് പറയണത്, വലിയ മോഡൽസിലല്ല. ഇത്തരത്തിൽ തന്നെ 2 ഡോറിൽ നമുക്ക് പുറത്തുനിന്ന് വെള്ളം കളക്ട് ചെയ്യാവുന്ന മോഡൽസ് അവൈലബിൾ ആണ്.
പൊതുവേ എനിക്ക് അത്തരം മോഡൽസ് വലിയ താല്പര്യമില്ല, കാരണം എനിക്ക് അതിൻ്റേതായ കാരണങ്ങളുള്ളത് കൊണ്ടാണ്. പിന്നെ പറയാനാണെന്നുണ്ടെങ്കിൽ കൺവേർട്ട് ചെയ്യാവുന്ന മോഡൽസ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. നമുക്ക് ഫ്രീസറിനെ വേണമെങ്കിൽ ഫ്രിഡ്ജായിട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ അത്തരം മോഡൽസ് നമുക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ അതും കഴിഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു മോഡലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്രീസർ മാത്രം വേണമെങ്കിൽ ഓഫ് ചെയ്തിടുക, താഴത്തെ ഈ ഒരു ഫ്രിഡ്ജിൻ്റെ ഭാഗം വേണമെങ്കിൽ മാത്രം ഓഫ് ചെയ്തിടുക. ഇനി ഈ ഒരു ഫ്രീസർ ഫ്രിഡ്ജായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പോർഷൻ ഓഫ് ചെയ്തിടുക. അപ്പോൾ ചെറിയ ഫ്രിഡ്ജ്, മിനി ഫ്രിഡ്ജായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ അത്തരം മോഡൽസൊക്കെ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടബിൾ എന്ന് വെച്ചാൽ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. നമ്മളൊരു പുതിയ ഫ്രിഡ്ജ് വാങ്ങിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു പഴയ ഫ്രിഡ്ജ് എന്ത് ചെയ്യണം എന്നായിരിക്കും പലരുടെയും സംശയം. നമുക്കിപ്പോൾ ഏത് ഷോപ്പിൽ ചെന്നാലും എക്സ്ചേഞ്ച് സൗകര്യം ലഭ്യമാണ്. നമ്മുടെ പഴയ ഫ്രിഡ്ജ് അവർക്ക് കൊടുത്തിട്ട് നമുക്ക് തന്നെ ഫ്രിഡ്ജിൽ ആ പൈസ ലെസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഫ്രിഡ്ജ് നമുക്ക് കിട്ടും. സ്ക്രാപ്പായിട്ടായിരിക്കും അവരത് എടുക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് വർക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതുപോലെ തന്നെ അത് ക്ലീൻ ആയിരിക്കണമെന്നോ അത് നല്ലതായിരിക്കണമെന്നോ ഒന്നും ഒരു നിർബന്ധമില്ല. സ്ക്രാപ്പായിട്ടാണ് അവരെടുക്കുന്നത്. സ്ക്രാപ്പ് വിലയെ നമുക്ക് അവർ തരുള്ളൂ. മാക്സിമം ഒരു 1500 രൂപയ്ക്കാണ് നമുക്ക് അതിന് വാല്യൂ തരുള്ളൂ. അപ്പോൾ അതിൽ കൂടുതൽ ആരെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഫ്രിഡ്ജിൽ കയറ്റി പിടിച്ചിട്ടായിരിക്കും അത് നമുക്ക് കൂടുതൽ പൈസ തരുന്നത്. അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാം. നിങ്ങളുടെ കയ്യിൽ ഒരു ഡബിൾ ഡോർ എടുക്കാനുള്ള പൈസ ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട മോഡലിന് ഇതിനേക്കാളും പൈസ കൂടുതലാണ്, അത്രയും പൈസ നമ്മുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫ്രിഡ്ജ് ഫിനാൻസ് വഴി നമുക്ക് എടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഏത് കടയിൽ ചെന്നാലും അവിടെ ഫിനാൻസ് സൗകര്യം ലഭ്യമാണ്. അപ്പോൾ ആ ഒരു ഫിനാൻസ് വഴിയൊക്കെ നമുക്ക് ആ ഒരു ഫ്രിഡ്ജ് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ബജാജ് ഫിനാൻസ് വരുന്നുണ്ട്, HDFC, HDB, ഇത്തരം ഫിനാൻസുകളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് ഏതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മളത് സെലക്ട് ചെയ്യുക. വേറെ എക്സ്ട്രാ പലിശയൊന്നും വരില്ല. നമുക്ക് മാസാവസ്ഥയിൽ ഒരു 8 മാസം 9 മാസം കൊണ്ടൊക്കെ അടച്ചു തീർക്കാവുന്ന രീതിയിൽ കുറച്ച് പൈസയൊക്കെ ആദ്യം അടച്ചിട്ട് നമുക്ക് ഫിനാൻസ് വഴി നമുക്ക് എടുക്കും. പലിശ വരില്ല. സർവീസ് കോസ്റ്റ് മാത്രമേ നമുക്ക് ചിലവാകുള്ളൂ. താഴത്ത് ഫ്രീസറും മുകളിൽ ഫ്രിഡ്ജും വരുന്ന ബോട്ടം ഫ്രീസറിനെ പറ്റി ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അത്തരം മോഡൽസ് എടുക്കാൻ താല്പര്യമുള്ളവർ നമ്മുടെ ബഡ്ജറ്റും കൂടി നമ്മളൊന്ന് നോക്കിയേക്കാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വളരെ കുറഞ്ഞ പ്രൈസിൽ ആ ഒരു റേഞ്ചിലൊക്കെ, അല്ലെങ്കിൽ ഒരു ലിറ്റർ കപ്പാസിറ്റി കുറഞ്ഞ മോഡൽ ബോട്ടം ഫ്രീസറൊക്കെ എടുക്കാണ്ടിരിക്കാനാണ് ഏറ്റവും നല്ലത്. അത്യാവശ്യം ഹൈ എൻഡ് മോഡൽസ്, വലിപ്പം കൂടിയ, പ്രൈസിങ് കൂടിയ മോഡൽ ബോട്ടം ഫ്രീസറൊക്കെയാണ് എപ്പോഴും നല്ലത്. അതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ളത്. അപ്പോൾ ഒരു കുറഞ്ഞ ബഡ്ജറ്റിൽ നിങ്ങൾ ബോട്ടം ഫ്രീസർ ഒന്നും നിങ്ങൾ നോക്കണ്ട, അത് വാങ്ങിക്കാതിരിക്കണം ഏറ്റവും നല്ലത്. നമുക്കതിൻ്റെ പുറകെ നടക്കാനുള്ള നേരമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം മോഡൽസ് നിങ്ങൾ വിട്ടേക്കുക. സാധാ ടൈപ്പ് എടുക്കുക, അല്ലെങ്കിൽ ഫിനാൻസ് വഴി നിങ്ങൾ വാങ്ങിക്കാൻ നോക്കുക. പിന്നെ ബോട്ടം ഫ്രീസർ എടുക്കുമ്പോൾ വാങ്ങിക്കുന്ന കമ്പനിക്കും പ്രാധാന്യമുണ്ട്. ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ഒരു പുതിയ ഫ്രിഡ്ജ് വാങ്ങിയെന്ന് വെക്കുക. അത് നിങ്ങളുടെ വീട്ടിലെത്തിച്ചതിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞിട്ടേ നിങ്ങളത് ഓണാക്കാൻ പാടുള്ളൂ. അപ്പം തന്നെ പ്ലഗ് കുത്തി നിങ്ങളത് ഓണാക്കാൻ പാടില്ല. പിന്നെ ഒരു കാര്യം കൂടി ഉള്ളത്, നമ്മുടെ ഫ്രിഡ്ജിൻ്റെ താഴെയായിട്ട് നമുക്കൊരു തെർമോക്കോളിൻ്റെ ബേസ് ഉണ്ടാവും. ആ ഒരു ബേസിൽ നിന്ന് ഇറക്കി വെച്ചിട്ട് വേണം നമ്മളത് ഉപയോഗിക്കാനായിട്ട്. ആ ഒരു തെർമോക്കോളിൻ്റെ ബേസ് നിങ്ങൾ സ്റ്റാൻഡായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിലെ പോർഷനൊക്കെ തുരുമ്പ് പിടിക്കാൻ ചാൻസ് ആവും. ആ ഒരു തെർമോക്കോളിൽ വെള്ളം കുറച്ച് കഴിയുമ്പോൾ കെട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ അടിവശമൊക്കെ തുരുമ്പ് പിടിച്ച് ആകെ മെനകേടായി പോകും. അപ്പോൾ ആ ഒരു ബേസിൽ നിന്ന് ഇറക്കി വെച്ചിട്ട് വേണം നിങ്ങളത് ഉപയോഗിക്കാനായിട്ട്. 2 മണിക്കൂറിന് ശേഷം നമ്മൾ ഫ്രിഡ്ജ് ഓൺ ആക്കുന്ന സമയത്ത് ഈ ഒരു ഫ്രിഡ്ജിൻ്റെ പോർഷനിലും ഫ്രീസറിലും നിങ്ങൾ കുറച്ച് വെള്ളം വെച്ച് നോക്കുക. ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അത് തണുക്കുന്നുണ്ടോ, അത് ഐസ് ആവണുണ്ടോ, അത് കട്ട പിടിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് അറിയാൻ സാധിക്കും. നമുക്കത് എടുത്ത ഷോപ്പായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ അത് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ മാറ്റി തരാനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പുതിയൊരു ഫ്രിഡ്ജിൻ്റെ അകം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിറച്ച് നമുക്ക് ഇതേപോലെ സ്റ്റിക്കറുകൾ കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ സൈഡിലായിട്ട് അല്ലെങ്കിൽ ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട് സ്റ്റിക്കറുകൾ ഒട്ടിച്ച് വെച്ചാൽ കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു സ്റ്റിക്കറുകളൊക്കെ റിമൂവ് ചെയ്തിട്ട് വേണം നമ്മൾ ഫ്രിഡ്ജ് ഉപയോഗിക്കാനായിട്ട്. അല്ലെങ്കിൽ അത് അവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറേ നാൾ കഴിഞ്ഞ് ആ സ്റ്റിക്കർ പൊളിച്ച് കഴിയുമ്പോൾ അവിടുത്തെ ആ ഒരു പശയും പാടും അഴുക്കും ഒക്കെ അങ്ങനെ തന്നെ ഇരിപ്പുണ്ടാവും. അത് പൊളിച്ചാലും പൊളിഞ്ഞു പോരില്ല. അപ്പോൾ നമ്മളത് വാങ്ങിക്കുന്ന സമയത്ത് തന്നെ അതൊക്കെ പൊളിച്ച് കളയുക. ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് ഉള്ളിൽ നന്നായിട്ട് തുടച്ച് അതൊന്ന് ക്ലീൻ ആക്കുക. അതിനുശേഷം സാധനങ്ങൾ കയറ്റി വെച്ച് നമ്മൾ ഉപയോഗിക്കുക. നമ്മുടെ ഡബിൾ ഡോർ റെഫ്രിജറേറ്ററിൻ്റെ 2 സൈഡും ഈ 2 സൈഡും നന്നായിട്ട് ചൂടാകും. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചൂടായില്ലെങ്കിലാണ് കംപ്ലയിൻറ്റ്. അത് ചൂടാവണം. സിംഗിൾ ഡോർ ഫ്രിഡ്ജിൻ്റെയൊക്കെ ബാക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിലൊരു ഗ്രില്ല് കാണാൻ സാധിക്കും. ആ സെയിം ഗ്രില്ല് ഡബിൾ ഡോറിലുണ്ട്. 2 സൈഡിലായിട്ട് അത് കവറിങ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ആ ഒരു ഗ്രില്ല് ചൂടാവണതാണ്. അപ്പോൾ അതൊരു കംപ്ലയിൻറ്റ് അല്ല. നമ്മുടെയൊക്കെ ഫ്രിഡ്ജുകളുടെ 2 സൈഡിലും ഈർപ്പം പിടിക്കും. എന്ന് വെച്ചാൽ മഴത്തുള്ളി പോലെ ഇങ്ങനെ വെള്ളം പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ അങ്ങനെ വരെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിലവിലുള്ള കൂളിംഗ് കുറച്ചും കൂടി കുറച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ആ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും. അതൊന്ന് കുറഞ്ഞു കിട്ടും. ശരിക്കും പറഞ്ഞാൽ അതൊരു കാലാവസ്ഥയുടെ മാറ്റം വരുന്നതിൻ്റെയൊക്കെയാണ്. അപ്പോൾ അത് നിങ്ങൾ അധികം മൈൻഡ് ചെയ്യേണ്ട. പിന്നെ ഭയങ്കര ഓവറായിട്ട് അത് വെള്ളം കെട്ടി നിലത്തൊക്കെ ഒഴുകി നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിയ ഷോപ്പായിട്ട് ബന്ധപ്പെടുക. അത് കംപ്ലയിൻ്റ് ആയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ നിലവിൽ ഏത് ഫ്രിഡ്ജാണ് ഉപയോഗിക്കുന്നത്, അത് എത്ര നാളായി വാങ്ങിയിട്ട്, ഇപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ, ഫ്രിഡ്ജ് നല്ലതാണോ എന്നൊക്കെ നമുക്ക് കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് കാണുന്നവർക്ക് അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഉപകാരപ്പെടും.